തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ ഓൺലൈൻ വിവാഹം വർക്കലയിൽ രജിസ്റ്റർ ചെയ്തു. ചെറുന്നൂർ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചായിരുന്നു വധുവിന്റെ അസാന്നിധ്യത്തിൽ വിവാഹം ഓൺലൈനായി നടന്നത്. സംസ്ഥാനത്ത് ഇത് രണ്ടാമത്തെ ഓൺലൈൻ വിവാഹ രജിസ്ട്രേഷനാണ്. കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് കേരളത്തിൽ ആദ്യമായി ഓൺലൈനായി വിവാഹം നടന്നത്. വിദേശത്ത് ജോലി തിരക്ക് മൂലം നാട്ടിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഗവൺമെന്റിന് മുൻപാകെ ഇങ്ങനെ ഒരു അപേക്ഷ എത്തുന്നത്. നിഷാദിന്റെ വാപ്പ മരണപ്പെടുകയും അങ്ങനെ പുള്ളി ഒരു 10 ദിവസം ലീവിന് വരികയും ആ ഒരു കാരണത്താൽ അവർക്കുള്ള ബന്ധുക്കൾ പറയുകയും നിക്കാഹ് നടത്താമെന്നും പറയുകയും ചെയ്തു. ആ ഒരു പ്രകാരം 2 മുസ്ലിം ജമായത്തിൻ്റെ അംഗങ്ങളും ജമായത്ത് അംഗങ്ങളും പിതാവായ ഞാനും ചേർന്ന് നിക്കാഹ് നടത്താനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പേപ്പർ ഭാഗങ്ങളെല്ലാം ശരിയാക്കുകയും ചെയ്തു. ആ പ്രകാരം നിക്കാഹ് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. അത് 12 കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. ആ പ്രകാരം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാമെന്ന് പഞ്ചായത്ത് അംഗങ്ങളും തീരുമാനിച്ചതിൻ്റെ പേരിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുകയാണ്. ദുബായിൽ സേഫ്റ്റി എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന നിഷാദ് മനസ്സിലിൽ നിഷാദായിരുന്നു വരൻ. എൻ്റെ പേര് നിഷാദ്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു. പെട്ടെന്ന് വാപ്പായുടെ മരണം കാരണമാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. പെണ്ണ് ദുബായിലാണ്. അത് കാരണമായിട്ടാണ് ഈ വിവാഹം ഇങ്ങനെ ഓൺലൈനായിട്ട് നടത്താനായിട്ട് തീരുമാനിച്ചത്. ദുബായിൽ തന്നെ നേഴ്സായി ജോലി ചെയ്യുന്ന അഞ്ചൽ സ്വദേശിനി ലിയ റഷീദാണ് വധു. ഏറെക്കാലമായി വിവാഹം നിശ്ചയിച്ചിരുന്നുവെങ്കിലും കോവിഡും ജോലി തിരക്കും കാരണം നീണ്ടുപോവുകയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഇരുവരും ഓൺലൈൻ മാർഗത്തെ കുറിച്ച് ആലോചിച്ചത്. 27-ാം തീയതി പാലച്ചിറ ജുമാ മസ്ജിദിൽ വെച്ച് നിക്കാഹ് ചടങ്ങ് നടത്തി. തുടർന്ന് ഇന്ന് രാവിലെ പെൺകുട്ടി ഓൺലൈനായും പെൺകുട്ടിയുടെ മാതാപിതാക്കളും സാക്ഷികളും വരനും ചെറുന്നൂർ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വിവാഹം രജിസ്റ്റർ ചെയ്ത് വിവാഹ നടപടികൾ പൂർത്തിയാക്കി വിവാഹ സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റി. ഒരു മാസത്തിനകം ഇവിടെ വന്നിട്ട് ഇവിടെ രജിസ്റ്ററിൽ ഒപ്പിട്ട് തരണം. അങ്ങനത്തെ കുറച്ച് നടപടിക്രമങ്ങളുണ്ട്, അത് ചെയ്യണം. 1 മാസത്തിനകം ഇവിടെ ഹാജരായി ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഈ ലിയെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് ലിയ തന്നെയാണോ എന്നുള്ളത്. ലിയയുടെ പേരൻസ് ഉണ്ടല്ലോ, ലിയ തന്നെയാണല്ലോ. സാക്ഷികളും കൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്കത് ഒരു സത്യവാങ്മൂലം തരണം. കാരണം നമുക്കറിയത്തില്ല, നേരിട്ട് ഹാജരായി രജിസ്ട്രാർ മുമ്പാകെ ഹാജരായി വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഇപ്പം അത് ഓൺലൈനിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ആൾമാറാട്ടങ്ങൾ അങ്ങനത്തെയൊക്കെ സംഭവിക്കാതിരിക്കാനായിട്ടാണ് പള്ളിയുടെ ഓൺലൈനായി വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഇപ്പം ഉണ്ട്. ഒരു ഉത്തരവ് നിലവിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്രകാരം ചെറുന്നൂർ പഞ്ചായത്തിൽ ഇന്നൊരു വിവാഹം ഓൺലൈനായി വിവാഹം രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുണ്ട്. ഈ വധുവാണ് ഇപ്പം ഇവിടെ ഹാജരാകാത്തത്. വധു നാട്ടിൽ വന്ന് 1 മാസത്തിനകം നേരിട്ട് രജിസ്ട്രാർ മുമ്പാകെ വന്ന് ബന്ധപ്പെട്ട രേഖകൾ എല്ലാം സാക്ഷ്യപ്പെടുത്തിയൊക്കെ നൽകേണ്ടതാണ് എന്നുള്ള വ്യവസ്ഥയിലാണ് ഈ വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. നിയമപ്രകാരം 1 മാസത്തിനകം വധു പഞ്ചായത്ത് ഓഫീസിൽ ഹാജരായി ഒപ്പുവെക്കണം എന്നാണ് നിയമം. വിസ്മയ ന്യൂസ്, വർക്കല.